ഇനി മേലാൽ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടൂന്ന് ഞാൻ അറിഞ്ഞ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായി? ഒളിച്ചോടിയ നിന്റെ കെട്ടിയതിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? നിന്റെയൊക്കെ തൊല്ല സഹിക്കാൻ വയ്യാതെ അയാൾ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയതായിരിക്കും. അതെ, ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. 7-8 മാസത്തെ വാടക കുടിശ്ശികയാ. ഒന്നും പറയണ്ട. ഞാൻ നടത്തുന്നതേ അഭയാർത്ഥി ക്യാമ്പല്ല. വാടക തരുന്നവർക്ക് മാത്രം താമസിക്കാനുള്ളതാണ് ഈ ഒറ്റ വീട് കോളനി. പറഞ്ഞത് മനസ്സിലായില്ലേ? പെട്ടിയും കിടക്കി എടുത്തോണ്ട് ഇറങ്ങാൻ ഇപ്പൊ വേണം, കേട്ടല്ലോ? മതി ഓസിനുള്ള പൊറുതി. പെട്ടെന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാ പിള്ളച്ച? എനിക്ക് കുറച്ച് സമയം തരണം. വീടിന്റെ വാടക ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. 7-8 മാസത്തെ വാടകയെ നിന്റെ ഒളിച്ചോടിപ്പോയ മാപ്പിള ഇപ്പോഴും എനിക്ക് തരാനുണ്ട്. അവന്റെ ചിലവിൽ ജീവിച്ച നീയാണെങ്കി ഇപ്പൊ അഷ്ടിക്ക് വകയില്ലാതെ തെണ്ടുകല്ലേ. നീയാ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് വാടക തരാൻ പോകുന്നത്. ഞാനൊരു മൊണ്ണയാണെന്ന് കരുതിയോ നീ? ഇതാ 7-8 മാസത്തെ മാത്രമല്ല, ഇനി മുന്നോട്ടുള്ളതും കൂടി എടുക്കാനുണ്ടാവും. ഇത് നിന്റെ താലിമാലല്ലേ? അതുകൊണ്ട് അല്ല, ഇത്ര നിസ്സാരമായിട്ട് ഊരി നീട്ടുന്നത് കണ്ടോണ്ട് ചോദിച്ചു പോയതാ. എന്റെ മനസ്സിൽ അങ്ങനൊരു വില ഇനിയില്ല. എന്നാ ഇത് എത്ര നാളത്തേക്കാണെന്നാ വിചാരം? അത് കഴിഞ്ഞാലോ? വാടക തരാതെ നീയും നിന്റെ കെട്ടിയവനെ പോലെ ഒളിച്ചോടില്ലെന്ന് ആര് കണ്ടു? ഒളിച്ചോട്ടക്കാരുടെ കുടുംബം ഒരിക്കലുമില്ല പിള്ളച്ച. എന്റെ മക്കളാണ് സത്യം. ശരി ശരി, പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. പിള്ളച്ച, ഇനി മേലിൽ എന്നെയോ എന്റെ മക്കളെയോ പറ്റി മോശപ്പെട്ട ഒരു വാക്ക് പോലും ആ നാവെന്ന് വീഴരുത്. വീണ താൻ വിവരറിയും. ആന്റി എന്താ പറഞ്ഞു വരുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞ നിങ്ങൾ രണ്ടാളും ഒരു ഫ്ലാറ്റിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്, അല്ലേ മഹേഷ്? യെസ് യെസ്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അല്ല, അങ്ങനെയല്ല വേണ്ടത്. അമ്മയ്ക്കും സാഗറിനും മീനൂനും സ്പേസ് ഇല്ലാത്ത ഒരിടത്തേക്ക് മാറി താമസിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. സ്വന്തം സ്വപ്നങ്ങളെ പോലും മറന്നാണ് എന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഞങ്ങൾ 3 മക്കളാണ് അമ്മയുടെ ലോകം. She'll be the first woman in my life. Always. I do appreciate your concern, Balu. പക്ഷേ യാമിനി പറയുന്നതിലും എന്റെ അമ്മയും കൂടപ്പിറപ്പുകളെയും വിട്ട് ഞാനും അപർണയും മാത്രമായി ഒരു ജീവിതം കൂടിയേ തീരൂ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഐ എം സോറി ടു സേ ദാറ്റ് എനിക്ക് ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് ഹിയർ. ഇവര് ചർച്ച ഇതുവരെ കഴിഞ്ഞിട്ടില്ലേപ്പാ?
ഫൈനൽ എക്സാം ആയതുകൊണ്ടേ കൂടുതൽ ടൈം എടുക്കുന്നതായിരിക്കും. ആന്റി വാ, നമുക്കൊന്ന് പോയി നോക്കാം. ശരി. എന്താടാ? മമ്മി, എനിത്തിങ് റോങ്? ബാലു ഒന്ന് പറ, എന്നാ സംഭവിച്ചേ? അല്ല, അത് ഞങ്ങൾ ബാലുവിനോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയായിരുന്നു. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ചില വിഷയങ്ങൾ. അതെ. പക്ഷെ ബാലു ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യു ആർ ടേക്കിംഗ് എ റോങ് ഡിസിഷൻ മിസ്റ്റർ ബാലഗോപാൽ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ ഒരു കൺക്ലൂഷൻ എത്തിയാൽ മതി. എടുത്തുചാടി വെറുതെ. പറഞ്ഞതെല്ലാം വ്യക്തമായി ആലോചിച്ച് തന്നെയാണ്. എന്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും കാര്യത്തില് ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അമ്മേ വാ. ബാലു, ഇല്ലമ്മേ, നിൽക്കേണ്ട കാര്യമില്ല ഇനി. എടാ നിക്കടാ. ബാലു, അമ്മ അവിടെ ചെന്ന് പിന്നെയും കൊളവാക്കിയോ? ഈ അമ്മയുടെ ഒരു കാര്യം വായും വെച്ച് മിണ്ടാതിരിക്കുക, എത്ര പറഞ്ഞാലും കേക്കില്ല. ഞാൻ അന്നേ പറഞ്ഞത് ഏട്ടനോട്, അമ്മ ഇത് തൊലച്ച് കൈ തരുമെന്ന്. ഇപ്പൊ സമാധാനായല്ലോ. അല്ലെങ്കിലും വേണ്ടാത്തടത്ത് കയറിയ ആളാവാൻ വല്ലാത്തൊരു മിടുക്ക അമ്മയ്ക്ക്. സ്വന്തം മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാവുന്ന കാര്യമാണെങ്കിലും അമ്മ അത് ചെയ്തേ അടങ്ങൂ. മതി, നിർത്തി. ഇനി അമ്മയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരുത്. നിങ്ങൾക്ക് എന്തറിയാം ഈ അമ്മയെ പറ്റി? പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളുമായി 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ രാവിലെ 4 മണി മുതൽ രാത്രി 12 മണി വരെ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടു വളർന്നവനാ ഞാൻ. നമ്മൾ 3 പേരെയും കൊണ്ട് ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാമായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ അമ്മ അത് ചെയ്തില്ല. പകരം പോരാടി ജീവിക്കാനാ അമ്മ ശ്രമിച്ചത്. ഒരിറ്റ് തളരാതെ, ഒരിഞ്ച് പതറാതെ അമ്മ നടത്തുന്ന ആ പോരാട്ടത്തിന്റെ ഫലമാ എന്റെയും നിന്റെയും ഇവളുടെയും ഒക്കെ ഒട്ടാത്ത വയറും മേലോട്ട് നോക്കുമ്പോ കാണുന്ന ഈ ഒറ്റമുറി തണലും. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷവും നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ അമ്മ എന്നെ അനുവദിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും എന്നും നോക്കിയത് ഈ അമ്മ തന്നെയായിരുന്നു. ആ അമ്മയും നിങ്ങളെയും ഉപേക്ഷിച്ചാലേ എന്റെ കല്യാണം നടക്കൂന്ന് ആര് വാശി പിടിച്ചാലും അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെക്കാനേ എനിക്ക് പറ്റൂ. അറിഞ്ഞോ അറിയാതെയോ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന സംസ്കാരം അതാണ്. ആ തിരിച്ചറിവിനോളം വരില്ല ലോകത്ത് മറ്റൊന്നും. പക്ഷെ മോനെ, അപർണയെ ഈ ജന്മത്തെനിക്ക് മറക്കാനാവില്ലമ്മേ. അവളില്ലാത്തൊരു ജീവിതം എനിക്കൊട്ടും എളുപ്പമായിരിക്കില്ല. പക്ഷേ ഈ ഞാനെന്ന് പറയുന്നത് നിങ്ങളും കൂടെ ചേരുന്നതല്ലേ. എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പറിച്ചകറ്റപ്പെട്ടാ പിന്നെ ഞാനില്ലാതെയാവും. എനിക്കിനി സ്വർഗം തരാന്ന് പറഞ്ഞാലും നിങ്ങളെ വിട്ടൊരു ജീവിതം എനിക്ക് നരകം തന്നെയായിരിക്കും അമ്മേ. എനിക്കത് വേണ്ട. ഏട്ടാ, അപർണ എവിടെ? അവൾ ഇതുവരെ എത്തിയില്ല.
എത്തിയില്ലേ? വിളിച്ചെന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. ഇവളിത് എന്ത് ഭാവിച്ച? ദേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നിങ്ങൾ രണ്ടാളും മോളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയേ പറ്റൂ. എന്തായാലും അവളിങ്ങ് വരട്ടെ. ഞാനിന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാനിരിക്കുക. അപ്പൊ ഒന്ന് നിന്നെ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അവനെ കാണാൻ പോയതായിരിക്കും, അല്ലാതെ അവിടെ പോവാന്. നിക്ക്. ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ആ യാമിനി, അവള് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ചെന്നൊന്ന് ഫ്രഷ് ആവട്ടെ. ചോദിക്കാനുള്ളതൊക്കെ അത് കഴിഞ്ഞാവാം. ചെന്ന് ഡ്രസ്സ് മാറി വാപ്പു, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട പാപ്പ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഹാവിംഗ്. അതെന്താ നിനക്ക് വേണ്ടാത്ത? ഇന്നത്തെ ദിവസം ഇവൾ ഇവിടുന്ന് പച്ചവെള്ളം കുടിച്ചിട്ടില്ല. നീ എന്താ പട്ടിണി കിടന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കുവാണോ? ആ സ്ട്രാറ്റജിയൊക്കെ ഒരുപാട് പഴഞ്ചനല്ലേ മോളെ. നീ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയത്. ആ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? അനാവശ്യമായിട്ട് മഹേഷ് ഇവൾക്ക് കൊടുക്കുന്ന ഇത്തരം പ്രൊട്ടക്ഷനാ ഇവളുടെ ധൈര്യം. ഇങ്ങനെ പട്ടിണി സമരം നടത്തിയ എന്റെ മനസ്സ് മാറുമെന്നാണോ നിന്റെ വിചാരം? ദാറ്റ് വോണ്ട് വർക്ക് മോളു. കിരണുമായുള്ള ബന്ധം പ്രൊസീഡ് ചെയ്യാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. നാളെ ലളിതമായൊരു ചടങ്ങിൽ വെച്ച് എൻഗേജ്മെന്റ് നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ഒരുക്കി കഴിഞ്ഞു. സോറി മമ്മി, ഞാൻ അതിന് സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോ തിരുത്തണമെന്ന് നീ എത്ര കുറ്റബോധത്തോടെ വിചാരിച്ചാലും പിന്നീട് ഒരിക്കലും തിരുത്താൻ പറ്റുന്നതായിരിക്കില്ല അത്. നിന്റെ അമ്മ എന്ന സ്ഥാനത്ത് പിന്നീട് ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. പിന്നെ ഈ വീട്ടിലെ എന്നെ നീ കാണില്ല. സ്വന്തം മകള് കാരണം അത്രയും വലിയൊരു അപമാനം ഏറ്റുവാങ്ങിയിട്ട് പിന്നെ നിന്നോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ ഞാൻ നിൽക്കില്ല. അപ്പോ ഒന്നോ രണ്ടോ ദിവസം കൂടി വേണമെങ്കിൽ ICU തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ മോളെ ICUയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് മഹേഷ്. ഹലോ സന്ദീപ്, എത്ര കാലമായിടാ കണ്ടിട്ട്. എങ്ങനെയുണ്ട് ജർമ്മനി വാസം? ഇങ്ങ് വന്നേ, കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. വാ. നമസ്കാരം ആ, ഡോക്ടർ. നമസ്കാരം സുധാമണി. ആ, നിങ്ങൾ പരിചയക്കാരാണോ? സുധാമണിക്ക് വരെ നേരത്തെ അറിയൂ? അങ്ങനെയാണെങ്കിൽ മഹേഷേ, നിങ്ങൾ ഇവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേ പറ്റൂ. സുധാമണി ഹോസ്പിറ്റലിലെ ഒരു ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററാണ്. അപർണ മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സുധാമണിയാ അത് അറേഞ്ച് ചെയ്ത് തന്നത്. നീ വന്നേ. ഞങ്ങള് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ അത്ര ക്രിട്ടിക്കൽ അല്ലെന്ന് അറിഞ്ഞപ്പോഴാ സമാധാനമായത്. ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് കരയുന്ന ഈ സ്നേഹം പ്രേമം എന്ന് പറയുന്നത് ഒരു പ്രായത്തില് തോന്നും. പിന്നെ പിരിയേണ്ടി വന്നാ വേദനിക്കേണ്ടിയും വരും. അതിന് ഇതാണോ മോളെ പരിഹാരം?
ഒരു ബാലുവിന് വേണ്ടി ഇല്ലാതാക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്നില്ല. ബാലു അല്ലെങ്കിൽ ബാലുവിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതായിരിക്കും ദൈവം നിനക്ക് വേണ്ടി കണ്ടെത്തി വെച്ചിരിക്കുന്ന നല്ല ഭാവി. ജീവിതം മുന്നോട്ട് പോകുമ്പോ ആ ചുറ്റുപാടുകളിൽ നീ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. ഇങ്ങനൊരു മണ്ടത്തരം ഓന് വേണ്ടി എന്നല്ല, ആർക്ക് വേണ്ടിയും ഒരിക്കലും നീ ചെയ്യരുത്. ഓനെ നീ മറന്നേക്ക് മോളെ. നമുക്കിഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ നമ്മളെ മനസ്സിന്റെ വലിപ്പം മാത്രം പോരാ മോളെ. അത് കാണാനും മനസ്സിലാക്കാനും ഒപ്പം നിൽക്കാനും നമുക്ക് ചുറ്റുള്ളവർക്കും കഴിയണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ മരിക്കും. അതുകൊണ്ട് മോളെ അച്ഛനമ്മമാരുടെ സന്തോഷം എന്താണോ അതുപോലെ ജീവിക്കണം. ഏടിയായിരുന്നാലും ആരോടൊന്നിച്ച് ജീവിച്ചാലും എന്റെ പൊന്നുമോള് സന്തോഷായിട്ടിരിക്കണം. ആ ഒരൊറ്റ പ്രാർത്ഥനയെ ഈ അമ്മയ്ക്കുള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിച്ചാൽ അത് അമ്മയ്ക്ക് ഏട്ടനൊരു സഹായാവല്ലോ എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് ബെറ്റ് വെച്ചാണോ കാശുണ്ടാക്കുന്നത്? നല്ലോണം പഠിച്ചൊരു ജോലി നേടണം, അതല്ലേ വേണ്ടത്. അതെ, അതിനൊക്കെ ഇനിയും സമയം എടുക്കില്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്തു. അടുത്ത കുഴിയിൽ ചാടാനായിരിക്കും. അല്ല, നീ അങ്ങനെ എന്നെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതെ. ഒരു പാർട്ട് ടൈം ജോലി തപ്പിക്കൊണ്ടിരിക്കാ ഞാൻ. ഒരെണ്ണം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നീ എന്നെ ഇപ്പൊ ഒന്ന് സഹായിച്ചാൽ 3 മാസത്തിനുള്ളിൽ ഞാൻ ജോലി ചെയ്ത് നിനക്ക് ആകാശം തിരികെ തരാം. ആ സത്യം, ഒന്ന് സഹായിക്കടി. സഹായിക്കണോന്ന് എനിക്കുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട് സാഗറേട്ടാ. 3 മാസം കഴിഞ്ഞ് കൊടുക്കേണ്ട കാശ് ഇപ്പഴെങ്ങനെ അമ്മയോട് ചെന്ന് ചോദിക്കുന്നേ? ആ വീക്കായ കുട്ടികൾക്ക് 1 hour എക്സ്ട്രാ ക്ലാസ് നേരത്തെ തുടങ്ങുന്നു പറഞ്ഞൊന്ന് ഒപ്പിക്ക്. ഓ, സമ്മതിക്കണം ഗുരു. എന്ത് പറയുന്നു? അത് ഓക്കെ ആണോ? ആലോചിക്കാം. ആ മതി, അത് മതി. ഹലോ ജീന, ഞാനും വിക്ടോറിയയിൽ കോച്ചിങ്ങിന് ചേരാൻ പോവാ. എല്ലാം സെറ്റാ. ആ പിന്നെ നാളെ ഞാൻ ഇല്ലാട്ടോ. ഇവിടെ വീട്ടിൽ വെച്ച് എന്റെ ചേട്ടന്റെ കല്യാണ നിശ്ചയവും ആഘോഷവും ഒക്കെ കൊള്ളാം. എന്റെ ബിൽഡിങ്ങിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഉറപ്പായിട്ട് ഞാൻ ഫൈൻ അടിച്ചിരിക്കും. കഴിഞ്ഞോ വേണോട്ടാ? പിന്നല്ലാതെ. ഇതാ പിടിച്ചോ, ട്രയൽ ഒന്നും നോക്കട്ടെ, പെർഫെക്റ്റ് ആയിരിക്കും. ചങ്കു, അയ്യ എന്തൊരു ബാങ്ക്. നിനക്ക് തോരണം കെട്ടാന് എന്റെ ഈ പുതിയ സ്റ്റൂളാ കിട്ടിയുള്ളു. എടുക്കണത് എവിടെ നിന്ന് എടുത്തോ അവിടെ കൊണ്ട് വെച്ചോണം. കൂടെ ഇയാളെ ഇന്ന് ഞാൻ വേണ്ട. എന്നോട് വെള്ളത്തിലെടുക്കല്ലേ എതിർക്ക. ഇതിന്റെ ഫൈനെ നിന്റെ അച്ഛൻ ഗണേശന്റെ ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. വിട്ടുകളാടാ, എന്തും ആയിക്കോട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ല. എന്താണ് കുരുപേ, കണ്ണ് കണ്ടുകൂടെ? സോറി അങ്കിൾ, സോറി. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് മാധവമേ കാണാൻ പോയതാ. വാഴക്കൊല എടുക്കാനായിട്ട് എന്തിനാണോ എന്റെ മുഖത്തോട് കയറി? വാഴക്കൊലയല്ല, തേങ്ങാക്കൊല, തേങ്ങാക്കൊല. കിടന്നമറണ്ട, എനിക്ക് ചെവി കേക്കാം. ചുമ്മാതല്ല ഈ കുന്ത്രാടൻ ചെവി കുത്തിക്കറ്റി വെച്ചിരിക്കുന്നത്. അതെ, എന്റെ ചെവി വെക്കുന്ന കുന്ത്രാടൻ കളഞ്ഞു പോയി.
എന്റെ ഹിയറിംഗ് എയ്ഡ് കാണുന്നില്ല. പണിയെല്ലാം നിർത്തിട്ടെ എല്ലാം ഇവിടെ ഒന്ന് തപ്പിയെടുത്തതാ. വേഗം വേണം. 25,000 രൂപയുടെ മുതലാ. ഞാൻ ഇതൊക്കെ ഇട്ട് ഇതൊരു കോമാളി ലുക്കായിരിക്കും. എന്നാലും അമ്മയ്ക്ക് അങ്ങനെ തെറ്റാൻ വഴിയില്ലല്ലോ. മുണ്ടിന് പറ്റിയ ഷർട്ടേ അല്ല, രണ്ടും കൂടി ഒരു മാച്ചും ഇല്ല. എന്റെ പൊട്ട കൊള്ളാം. എന്നോട് ആരാടാ പറഞ്ഞ ഈ കുപ്പ എടുത്തിടാ? പിന്നെ പഴയതിട്ട് വരാനോ? അതിനെ ഈ സാഗരയിലെ ജാക്കിയെ കിട്ടില്ല. എടാ പൊട്ട, ഇത് ബാലുവിന്റെ കുപ്പായാന്ന്. അത് ഊരി ഓന് കൊടുത്താ വേറെ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് തെറ്റില്ലാന്ന്. എനിക്കുള്ളത് വരട്ടെ, എന്നിട്ട് പറയാം. പിടിച്ചോ. ഹെൽപ്പ് ചെയ്യാ. ഇതെങ്ങനെയുണ്ട്? ഇത് പൊളിച്ചു. ഇട്ട് നോക്കടാ. സൂപ്പർ. അമ്മ എങ്ങനെയുണ്ട്? ഒരു മാലാക കുട്ടീനെ പോലെയുണ്ട് അല്ലടാ? പക്ഷേ ഒരു കുറവും കൂടിയുണ്ട്. എന്റെ പൊന്നിന് ആൾക്കാരെ കണ്ണേറ് കിട്ടാണ്ടിരിക്കാൻ. ഇവിടെ വന്നപ്പോ നമ്മളെ ഗ്ലാമറൊക്കെ പോയി. മനസ്സിലായി അവർ ചേച്ചി. അപ്പു, ഞങ്ങൾ ഇവിടെ ഇറങ്ങാം. ഓ ശരി. See you. അമ്മ, അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എനി ടൈം ഇങ്ങെത്തും. അതെയാ? അയ്യോ, എന്നാ വാ ഇറങ്ങാം. വാ നിക്കമ്മ, ഒരു മിനിറ്റ്. എന്നാ? ഇതുപോലെ വൃത്തിയായി ഡ്രസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് വരെ ഒന്നിച്ചു നിന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുത്തിട്ട് ആ, എന്നാ വേഗം എടുക്ക്. എടുക്ക്. ഇതാരടാ ഇങ്ങനെ തുരിതുരാന്ന് വിളിക്കുന്നേ? അത് പിന്നെ ടെലിമാർക്കറ്റിന്റെ ആൾക്കാരാ. പെട്ടെന്ന് എടുക്കാം നമുക്ക്. ഇനി സമയം കളയാനില്ല. വാ വേം വാ. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. അയ്യോ, എല്ലാം ഈശ്വരാനുഗ്രഹ. പിന്നെ ഇവരെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം. ഒരു മിനിറ്റ്. ഇത് മാധവമ്മ, എന്റെ അമ്മയാ. ഇവരെല്ലാം എന്റെ രക്തബന്ധങ്ങളെക്കാൾ വലിയ ബന്ധങ്ങളാ. ഇത് ജയലക്ഷ്മി, ഇത് ശ്യാമളേച്ചി, ഇത് സൗമിനി, ഇത് അംബിക, ഇത് മഞ്ജു, ഇതെന്റെ ശങ്കുണ്ണി, ഇത് വേണോട്ടൻ, ഇത് ഗണേശൻ, ഇത് അൻസാരിക. നമസ്കാരം. അപർണയുടെ വുഡ്ബി ഈ കോളനിയിലാണോ താമസിക്കുന്നത്? അതെ, അതാ എന്റെ മമ്മി വരാഞ്ഞത്. യാമിനി എനിക്ക് എന്താ വട്ടായോ? വെരി ബാഡ് ഡിസിഷൻ.
അപർണേച്ചി അടിപൊളിയായിട്ടുണ്ട്. മീനുകുട്ടി ക്യൂട്ട് ആയിട്ടുണ്ട്. താങ്ക് യു. ഹലോ ഹലോ ഹലോ, അങ്ങ് ബാക്കിലെല്ലാം കേൾക്കാലോ അല്ലേ? എന്റെ ബാലഗോപാലന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഈ സുധാമണിയുടെ വക സുസ്വാഗതം, സ്വാഗതം, സ്വാഗതം. എന്റെ ഏറ്റുപറച്ചിൽ എങ്ങനെയുണ്ട്? വലിയ വലിയ പരിപാടികളെല്ലാം നടക്കുന്ന സമയത്ത് മൈക്കിൽ കൂടി ഇങ്ങനെയല്ലേ കേൾക്കുക? സംഭാഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മഹേഷ് സാറിനും കുടുംബത്തിനും എന്റെ പേരിലും ഈ കോളനിയിലെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതെന്താ വല്ല രാഷ്ട്രീയ പൊതുയോഗം നടക്കുവാണോ? സോ റിഡിക്കുലസ്. അവരവരുടെ സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ലേ സന്ദീപേ, നടക്കട്ടെ. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മുടെ ഒറ്റ വീട് കോളനിയിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാരും എക്സിറ്റഡ് ആണ്. ഏയ് ഒന്നുമില്ല പത്മ, നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമില്ല. നത്തിങ് അറ്റ് ഓൾ. പോലീസിന് എന്തോ ഒരു അബദ്ധം പറ്റിയതാ. വേണ്ട വേണ്ട, തൽക്കാലം ഹെൽപ്പ് ഒന്നും വേണ്ട. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ കൺസേൺ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി എന്നാ. ആൾക്കാരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു മഹേഷ്. എത്ര കോൾസാ വരുന്നേ? എന്തൊരു ഏടാകൂടത്തിലാ നമ്മൾ ചെന്ന് തലവെച്ച്. നമ്മളെടുത്തത് ഒരു റോങ് ഡിസിഷൻ ആയി പോയോന്ന് ഇപ്പൊ എനിക്കും തോന്നാതെയില്ല. ഈ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്തിനാ ഇത്ര സീരിയസ്നെസ് കൊടുക്കുന്നത്? ഇതാണോ ചെറിയ കാര്യം? കൊള്ളാം. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ഇടയില് ഇപ്പൊ നിന്റെ എൻഗേജ്മെന്റിനേക്കാൾ വലിയ വാർത്തയാ ആ ചെറുക്കനെ പോലീസ് കൊണ്ടുപോയത്. മോളെ, നിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇങ്ങനൊരു കാര്യം ഇറ്റ് ഈസ് എംബറാസിംഗ്. പപ്പയും കൂടി ഇങ്ങനെ പറയരുത്. സാഗർ നിങ്ങൾ ആരും കരുതുന്ന പോലെ അല്ല. ആള് മഹാവികൃതിയാ. അവന് എന്തെങ്കിലും ചെറിയ കുരുത്തക്കേട് പറ്റിക്കാണും. നീ എന്തിനാ അപ്പു അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ ന്യായീകരിക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് വികൃതിയായവരെയും കുരുത്തം കെട്ട ചെറുക്കന്മാരെയൊന്നും അല്ല, ക്രിമിനൽസിനെയാ. നോ, നെവർ. അങ്ങനെ ഒരു ക്രൈം ഒന്നും അവൻ ചെയ്യില്ല മമ്മി. നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? പോലീസിന് തെറ്റു പറ്റിയതല്ലെന്ന് മമ്മിക്ക് ഉറപ്പുണ്ടോ? നമ്മളിങ്ങനെ പരസ്പരം ആർഗ്യൂ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്കുണ്ടായ നാണക്കേട് തന്നെയാ മോളെ. സിംഗപ്പൂരിൽ നിന്ന് വല്യച്ഛൻ വിളിച്ചിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് നടത്തിയതിന് ഞങ്ങളെ ഒത്തിരി കുറ്റം പറഞ്ഞു. ഇനിയും ആലോചിക്കാൻ സമയമുണ്ടെന്നും പറഞ്ഞാ ഫോൺ വെച്ചത്. പപ്പ, പ്രശ്നങ്ങൾ ഏത് ഫാമിലിയിലാ ഇല്ലാത്തത്? എന്തായാലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയട്ടെ. അതുവരെ അതും ഇതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എങ്ങോട്ടേ രാത്രിയില്? ബാലുവിന്റെ വീട് വരെ. അപ്പോ ഈ നേരത്തിന് അങ്ങോട്ട്? പപ്പ പ്ലീസ്, ദയവീത് ഇപ്പൊ എന്നെ തടയരുത്. ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോഴല്ലേ വേണ്ടപ്പെട്ടവര് കൂടെ നിൽക്കേണ്ടത്. എനിക്കിനി ആരോടും മറുപടി പറയാൻ വയ്യ.